ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദിനി ദേവിദാസി. നമ്മൾ ഇന്ന് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 6 ശ്ലോകം 24 ശ്ലോകമാണ് വായിക്കുന്നത്. വിവർത്തനവും വ്യാഖ്യാനവുമാണ് വായിക്കാൻ പോകുന്നത്. എല്ലാവരും കേൾക്കുക. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ തദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. हे कृष्ण करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ ശ്ലോകം ഇങ്ങനെയാണ്: സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിന്ന ചേതസ സങ്കൽപ്പ പ്രഭവാൻ കാമാസ് ത്യക്ത്വാ സർവാൻ അശേഷതഃ മനസ്സൈവേന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമന്തതഃ. സ എന്ന് പറഞ്ഞാൽ ദാറ്റ് യോഗ സിസ്റ്റം. ആ ഒരു യോഗയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ യോഗ എന്നാണ്. നിശ്ചയേന വിത്ത് ഫേം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ നിശ്ചയേന എന്ന് പറഞ്ഞതാണ് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള. യോക്തവ്യ മസ്റ്റ് ബി പ്രാക്ടീസ്ഡ്. യോക്തവ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നടപ്പിൽ വരുത്തുന്ന. യോഗ ഇൻ സച്ച് പ്രാക്ടീസ്, ആ ഒരു ചര്യയിൽ, ആ ഒരു പ്രാക്ടീസ്. അനിർവിന്ന ചേതസ വിത്തൗട്ട് ഡീവിയേഷൻ, വ്യതിചലനങ്ങൾ ഒന്നും കൂടാതെ. സങ്കല്പ മെറ്റീരിയൽ ഡിസയേഴ്സ്. സങ്കല്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക ആഗ്രഹങ്ങളെയാണ് ഇവിടെ സങ്കല്പം എന്ന് പറയുന്നത്. പ്രഭവാൻ ബോൺ ഓഫ്, പ്രഭവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടായിട്ടുള്ളത്. കാമാൻ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ളത്. കമാൻ. തെക്വ ഗിവിങ് അപ്പ്. തെക്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക. സർവാൻ ഓൾ. സർവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം. അശേഷതഃ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ടും. മനസ്സ ബൈ ദ മൈൻഡ്, മനസ്സിനാൽ. മനസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനാൽ. ഏവ സർട്ടൻലി, എവ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായും. ഇന്ദ്രിയ ഗ്രാമം ദ ഫുൾ സെറ്റ് ഓഫ് സെൻസസ്. ഇന്ദ്രിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളുടെ കൂട്ടം, എല്ലാ ഇന്ദ്രിയങ്ങളും. വിനിയമ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട്. സമന്തതഃ എന്ന് പറഞ്ഞാൽ ഫ്രം ഓൾ സൈഡ്സ്, എല്ലാ ദിശകളിൽ നിന്നും. സമന്തതഃ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരുന്നത് എങ്ങനെയാണ്? വൺ ഷുഡ് എൻഗേജ് വൺ സെൽഫ് ഇൻ ദ പ്രാക്ടീസ് ഓഫ് യോഗ വിത്ത് അൺഡീവിയേറ്റിംഗ് ഡിറ്റർമിനേഷൻ ആൻഡ് ഫെയ്ത്ത്. അപ്പോൾ ഈ യോഗയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി യോഗയിൽ ഏർപ്പെടേണ്ടത് അല്ലെങ്കിൽ യോഗ പരിശീലിക്കേണ്ടത്? എങ്ങനെയാണ്? വിത്ത് അൺഡീവിയേറ്റിംഗ് ഡിറ്റർമിനേഷൻ ആൻഡ് ഫെയ്ത്ത്. ഒരിക്കലും തകർക്കാൻ പറ്റാത്ത നിശ്ചയദാർഢ്യത്തോടു കൂടിയും വിശ്വാസത്തോടും കൂടിയിട്ട് വേണം ഒരു വ്യക്തി ഈ യോഗയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ യോഗ പരിശീലിക്കേണ്ടത്. വൺ ഷുഡ് അബൻഡൺ വിത്തൗട്ട് എക്സെപ്ഷൻ ഓൾ മെറ്റീരിയൽ ഡിസയേഴ്സ് ബോൺ ഓഫ് ഫോൾസ് ഈഗോ ആൻഡ് ദസ് കൺട്രോൾ ഓൾ ദ സെൻസസ് ഓൺ ഓൾ സൈഡ്സ് ബൈ ദ മൈൻഡ്. അപ്പോൾ എന്താണ്? മെറ്റീരിയൽ ഡിസയേഴ്സ് ബോൺ ഓഫ് ഫോൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്?
മിഥ്യാഹങ്കാരം, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധം, ആ ഒരു മിഥ്യാഹങ്കാരം ആണ്, ആ ഒരു മിഥ്യാഹങ്കാരം കൊണ്ടാണ് നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിനെ ഉപയോഗിച്ചിട്ട് ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഈ മിഥ്യാഹങ്കാരത്തെ നമ്മൾ വെടിയണം എന്നാണ് പറയുന്നത്. The yoga practitioner should be determined and should patiently prosecute the practice without deviation. യോഗ പരിശീലിക്കുന്ന വ്യക്തി എന്താണ്? വളരെ നിശ്ചയദാർഢ്യമുള്ള വ്യക്തിയായിരിക്കണം. should patiently prosecute the practice without deviation. ഒരു വ്യതിചലനങ്ങളും ഇല്ലാതെ ക്ഷമയോട് കൂടിയിട്ട് ആ യോഗ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. One should be sure of success at the end and pursue this course with great perseverance. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ യോഗ അവസാനം വരെയും നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് പരിശീലിക്കേണ്ടതാണ്. Not becoming discouraged if there is any delay in the attainment of success. വിജയത്തിന് താമസം ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചിട്ട് ആ യോഗ ആ പരിശീലനം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. സക്സസ് ഈസ് ഷുവർ ഫോർ ദ റിജിഡ് പ്രാക്ടീഷണർ. കൃത്യമായിട്ട് പരിശീലിക്കുന്ന വ്യക്തിക്ക് വിജയം സുനിശ്ചിതമാണ്. റിഗാർഡിംഗ് ഭക്തി യോഗ, രൂപ ഗോസ്വാമി സേസ്, ഉത്സാഹാൻ നിശ്ചയാത് ധൈര്യാത് തത് തത് കർമ്മ പ്രവർത്തനാത് സംഗത്യാഗാത് സദോവൃത്തേ ഷഡ്ഭിർ ഭക്തി പ്രസിദ്ധ്യതി. The process of Bhakti Yoga can be executed successfully with full-hearted enthusiasm, perseverance and determination by following the prescribed duties in the association of devotees and by engaging completely in activities of goodness. സാത്വിക ഗുണം നിറഞ്ഞ പ്രവൃത്തികളിലൂടെ, പിന്നെ എന്താണ്? ഭക്തന്മാരുടെ സംഘത്തിലൂടെ, ആ സാത്വിക ഗുണം നിറഞ്ഞ പ്രവൃത്തികളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃഷ്ണനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൃഷ്ണ സേവയാണ് ഉദ്ദേശിക്കുന്നത്. ആ കൃഷ്ണ സേവയിൽ ഭക്തന്മാരുടെ സംഘത്തിൽ കൃഷ്ണ സേവയിൽ ഏർപ്പെടുക. അതാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തിയോഗത്തില് പൂർണ്ണ ഹൃദയത്തോട് കൂടിയിട്ട്, ഫുൾ ഹാർട്ടഡ്, പൂർണ്ണ ഹൃദയത്തോടെ ഹൃദയം അർപ്പിച്ചുകൊണ്ട്, എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹത്തോടു കൂടിയിട്ട്, സ്ഥിരമായിട്ടുള്ള ഉത്സാഹത്തോടു കൂടിയിട്ട്, നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് ഭക്തന്മാരുടെ സംഘത്തില് കൃഷ്ണ സേവയിൽ എപ്പോഴും ഏർപ്പെടേണ്ടതാണ്. As for determination, one should follow the example of the sparrow who lost her eggs in the waves of the ocean. ഇവിടെ നിശ്ചയദാർഢ്യത്തെ പറ്റിയിട്ട് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഒരു കുരുവിയുടെ കഥയാണ് പറയുന്നത്. കടലിന്റെ തിരമാലകൾ എടുത്തുകൊണ്ടുപോയ തൻ്റെ മുട്ടകളെല്ലാം കടലിന്റെ തിരമാലകൾ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ള കുരുവിയുടെ കഥയാണ് നമ്മൾ നിശ്ചയദാർഢ്യത്തിന്റെ കാര്യത്തിൽ ഉദാഹരണമായിട്ട് എടുക്കേണ്ടത്. നമുക്ക് ആ കുരുവിയുടെ നിശ്ചയദാർഢ്യം ഉണ്ടാകണം ഭക്തിയോഗം പരിശീലിക്കുമ്പോൾ. A sparrow laid her eggs on the shore of the ocean, but the big ocean carried away the eggs on its waves. അപ്പോൾ ആ ഒരു സമുദ്രതീരത്ത്, അപ്പോൾ കഥ പറയുകയാണ്, ആ സമുദ്രതീരത്ത് എന്താണ്? കുരുവി തൻ്റെ മുട്ടകളിട്ടു അല്ലേ? എന്നിട്ട് അപ്പോഴത്തേക്ക് എന്താണ്? ആ തിരമാലകളെല്ലാം വന്ന്, കടലിലെ തിരമാലകളെല്ലാം വന്ന് മുട്ടകളെല്ലാം എടുത്തുകൊണ്ട് പോയി. The sparrow became very upset and asked the ocean to return her eggs. The ocean did not even consider her up. അപ്പൊ എന്താണ്? ആ കുരുവി എന്താണ്? സമുദ്രത്തോട് പറഞ്ഞു, എൻ്റെ മുട്ടകളെല്ലാം തിരിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ സമുദ്രം അത് വകവെച്ചില്ല, അല്ലെങ്കിൽ സമുദ്രം അത് കേട്ട മട്ടില്ല. So the sparrow decided to dry up the ocean. അപ്പൊ എന്താണ്? ആ ചെറിയ കുരുവി സമുദ്രം വറ്റിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. എത്ര വിഡ്ഢിതരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് നമുക്ക് തോന്നും അല്ലേ? She began to pick out the water in her small beak and everyone laughed at her for her impossible determination. അപ്പൊ എന്താണ്? ആ ചെറിയ കൊക്കില് ആ സമുദ്രത്തിലെ വെള്ളം
എടുത്ത് ആ സമുദ്രത്തെ വറ്റിക്കാനുള്ള ശ്രമം തുടങ്ങി. അപ്പം എന്താണ്, എല്ലാവരും ആ പ്രവൃത്തി കണ്ടിട്ട് ആ കുരുവിയെ പരിഹസിച്ചു. ദ ന്യൂസ് ഓഫ് ഹെർ ആക്ടിവിറ്റി സ്പ്രെഡ്. അവരുടെ ആ പ്രവൃത്തിയുടെ വാർത്ത എല്ലായിടത്തും പരന്നു. അറ്റ് ലാസ്റ്റ് ഗരുഡ, ദ ജൈജാന്റിക് ബേർഡ് കാരിയർ ഓഫ് ലോർഡ് വിഷ്ണു, ഹേർഡ് ഇറ്റ്. അപ്പം എന്താണ്, ആ പക്ഷികളുടെ രാജാവായിട്ടുള്ള ഗരുഡൻ ഈ ഒരു വാർത്ത അറിഞ്ഞു. He became compassionate toward his small sister bird and so he came to see the sparrow. അപ്പം എന്താണ്, ആ ഗരുഡന് വളരെ ദയ തോന്നി ആ കുരുവിയോട്. ഗരുഡ വാസ് വെരി പ്ലീസ്ഡ് ബൈ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ സ്മോൾ സ്പാരോ ആൻഡ് ഹി പ്രോമിസ്ഡ് ടു. അപ്പം ഗരുഡൻ എന്താണ്, ആ ഒരു കുരുവിയുടെ നിശ്ചയദാർഢ്യത്തെ വളരെയധികം പ്രശംസിച്ചു. എന്നിട്ട് എന്താണ്, സഹായം വാഗ്ദാനം ചെയ്തു. Thus Garuda at once asked the ocean to return her eggs lest he himself take up the work of the sparrow. അപ്പം എന്താണ്, ഗരുഡൻ ചെന്നിട്ട് സമുദ്രത്തോട് പറഞ്ഞു, ഈ സ്പാരോ ചെയ്യുന്ന ഈ ഒരു കർത്തവ്യം ഞാൻ ഏറ്റെടുക്കും, അതിനു മുൻപ് നീ കുരുവിയുടെ മുട്ടകളെല്ലാം തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞു. The ocean was frightened at this and returned the eggs. അപ്പോൾ എന്താണ്, സമുദ്രം പേടിച്ചു പോയി, ആ മുട്ടകളെല്ലാം തിരികെ കൊടുത്തു. Thus the sparrow became happy by the grace of Garuda. അപ്പോൾ എന്താണ്, ആ കുഞ്ഞു കുരുവി ഗരുഡന്റെ ആ ഒരു പ്രവൃത്തിയിൽ വളരെയധികം സന്തോഷവതിയായി. Similarly, the practice of yoga, especially bhakti yoga in Krishna consciousness, may appear to be very difficult job. അപ്പോൾ എന്താണ്, ഭക്തിയോഗം എന്ന് പറയുന്നത് വളരെ കഠിനമാണ് എന്ന് തോന്നാം. പക്ഷേ but if anyone follows the principles with great determination, അപ്പോൾ എന്താണ്, ഈ ഭക്തിയോഗത്തിൻ്റെ പ്രിൻസിപ്പിൾസ് 16 മാല ജപം ചെയ്യുക, രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, യമനിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുക, ഇങ്ങനെ ദൃഢവിശ്വാസത്തോടു കൂടി ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് എന്താണ് ഈ തത്വങ്ങൾ, ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ പാലിക്കുകയാണ് എങ്കിൽ ഭക്തിയോഗത്തിലൂടെ നമുക്ക് എപ്പോഴും വിജയത്തിൽ എത്താൻ സാധിക്കും. But if anyone follows the principles with great determination, the Lord will surely help, for God helps those who help themselves. അപ്പോൾ എന്താണ്, ഈ ഒരു കുരുവിയുടെ ഡിറ്റർമിനേഷൻ നമ്മൾ ഭക്തിയോഗം പരിശീലിക്കുമ്പോൾ നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കൃഷ്ണൻ നമ്മളെ സഹായിക്കും. നമ്മൾ സ്വയം പരിശ്രമിക്കുമ്പോഴാണ് കൃഷ്ണൻ നമ്മളെ സഹായിക്കുന്നത്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ജയ ശ്രീല പ്രഭുപാദ്.